ഐതിഹ്യ പെരുമ വിളിച്ചോതുന്ന ബഹുദ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് പുരി നഗരം. ഗുണ്ടിച്ച ക്ഷേത്രത്തിലെ ഒരാഴ്ച നീണ്ടുനിന്ന വിശ്രമത്തിന് പിന്നാലെ മഹാപ്രഭു ജഗന്നാഥനും ബാലഭദ്രനും സുഭദ്രാദേവിയും ഒക്കെ തിരികെ ശ്രീമന്ദിറിലേക്കുള്ള എഴുന്നള്ളത്താണ് ബഹുദയാത്ര. ഗുണ്ടിച്ച ക്ഷേത്രത്തിലെ സന്ധ്യാദർശനത്തിനായി വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നുള്ള ദേവന്മാരുടെ തിരിച്ചെഴുന്നള്ളത്തായ പഹണ്ടി ചടങ്ങ് പൂർത്തിയായതോടെ ഭഗവാൻ ജഗന്നാഥനും ബലഭദ്രനും സുഭദ്രാദേവിയും തങ്ങളുടെ രഥങ്ങളിൽ ഉപവിഷ്ടരായി. മടക്കയാത്രയ്ക്കിടയിൽ മൗസീമ ക്ഷേത്രത്തിന് മുന്നിൽ ജഗന്നാഥന്റെ രഥം നിർത്തുകയും അരിയും ഉഴുന്നും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന പരമ്പരാഗത വിഭവമായ പോഠ പീഠ ഭഗവാന് നിവേദിക്കുകയും ചെയ്യും. ഒഡീഷയുടെ സമ്പന്നമായ ആത്മീയ പാരമ്പര്യത്തിന്റെയും ഐക്യത്തിന്റെയും സാർവലൗകിക സൗഹോദര്യത്തിന്റെയും സന്ദേശമാണ് ഈ ബഹുദയാത്ര വിളിച്ചോതുന്നത്. വിഗ്രഹങ്ങൾ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നും രഥങ്ങളിലേക്ക് എഴുന്നള്ളിക്കുന്ന പഹണ്ടി ചടങ്ങ് ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ചു. തുടർന്ന് ജഗന്നാഥന്റെ നന്ദിഘോഷ്, ബലഭദ്രന്റെ താളധ്വജ, സുഭദ്രാദേവിയുടെ ദർപ്പതലന എന്നീ ഭീമാകാരമായ രഥങ്ങളുടെ വടം പിടിച്ച് ഭക്തർ ബഡദണ്ഡ പാതയിലൂടെ രഥങ്ങൾ വലിച്ചു തുടങ്ങി. തുടർന്ന് പുരി രാജാവ് ഗജപതി ദിവ്യസിംഹദേവ് നിർവഹിക്കുന്ന പരമ്പരാഗതമായ ചേരാപഹാര നടക്കും. വൈകുന്നേരം 4 മണിയോടെ ഭക്തർ രഥം വലിച്ചു തുടങ്ങും. വീണ്ടും ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുന്നതോടെ ഈ വർഷത്തെ രഥയാത്രാ ഉത്സവങ്ങൾക്ക് ഔദ്യോഗികമായി സമാപനമാകും. ഉത്സവം സുഗമമായും സമാധാനപരമായും പൂർത്തിയാക്കുന്നതിനായി പുരി നഗരത്തിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒഡീഷ സർക്കാരും പോലീസും ഒരുക്കിയിരിക്കുന്നത്. ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയും കേന്ദ്ര സായുധ സേനയെയും സുരക്ഷയ്ക്കും ഗതാഗത നിയന്ത്രണത്തിനുമായി വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജനം.